ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം എ വി കെറ്റ് ഫാമിലിയിലേക്ക്. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് വളരെ ഒരു സിമ്പിൾ ഡ്രോയിങ്ങുമായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നേരത്തെ ബേസിക്സും നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ കുറേ ഡ്രോയിങ്സും പഠിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡ്രോയിങ് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പം നമുക്കിന്ന് ടൈം വേസ്റ്റ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഡ്രോയിങ് വരയ്ക്കാൻ തുടങ്ങാം. അപ്പം ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ ഡ്രോയിങ്സ് വരച്ച പോലെ തന്നെ നമ്മൾ 3 പാർട്സിൽ ഇത് കൺവേർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് പാർട്ട് ഇതും, സെക്കൻഡ് പാർട്ട് ഇതും, ആൻഡ് തേർഡ് പാർട്ട് ഇതിൻ്റെ മിഡും കൂടെ. അപ്പം ഫസ്റ്റ് പാർട്ട് നമ്മൾ വേണമെങ്കിൽ ഇത് വരയ്ക്കാം, വേണമെങ്കിൽ ഇത് വരയ്ക്കാം. ഞാൻ ഇത് വരയ്ക്കുകയാണ്. അപ്പം വെളിയിൽ തന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.75 റേഡിയസും അകത്തെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് 0.75 റേഡിയസ് ഒരു സർക്കിൾ വരയ്ക്കാം. അപ്പം സെൻറ്റർ റേഡിയസ് എടുത്തു, 0.75 എൻ്ററടിച്ചു. ഓക്കെ അല്ലേ? അഗെയിൻ ഇതിനെ ഞാൻ ഒരു ലൈൻ വരച്ചു ആൻഡ് ഇതിനെ 1.25 ഡിസ്റ്റൻസിലോട്ടാക്കി. 1.25 ഡിസ്റ്റൻസ്. ഓക്കെ അല്ലേ? ഇതിൻ്റെ മിഡ് ടു മിഡ്. ഇനി ഇതിനെ നമുക്ക് കോപ്പി ചെയ്യാം ആൻഡ് ഇവിടുന്ന് നമുക്ക് ഇവിടെ കൊണ്ടുവെക്കാം. ഓക്കെ അല്ലേ? ഇനി ലൈനും കൊണ്ട് ഇതിന് ജസ്റ്റ് ഒന്ന് മുട്ടിച്ചു കൊടുക്കാം. ആൻഡ് ഇടയ്ക്കത്തെ ഭാഗങ്ങളൊക്കെ കമാൻഡ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി സ്പേസ് ബാർ അടിച്ചു. ഞാൻ കൂടുതൽ ബേസിക്സിൻ്റെ ഡീറ്റെയിൽസിൽ പോകുന്നില്ല, ബിക്കോസ് ബേസിക്സ് എല്ലാം നമ്മൾ ക്ലിയർ ആക്കിയിട്ടാണ് ഈ ഒരു ഡ്രോയിങ്ങിലേക്ക് വന്നേക്കുന്നത്. ഓക്കെ അല്ലേ? എന്നാലും എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. ठीक. അപ്പം ഈ ഒരു ലൈൻ നമുക്ക് ഇവിടെ വരച്ചേക്കാം, ബിക്കോസ് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി അകത്തെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഡയമീറ്ററോ റേഡിയസോ ഒന്നും തന്നിട്ടില്ല. ഇനി നല്ലോണം നോക്കിക്കഴിഞ്ഞാൽ ഈ 0.76 ഇതും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ 0.76 ഡയമീറ്റർ ആണ് ഒരു സർക്കിളിൻ്റെ. അപ്പം സെൻറ്റർ ഡയമീറ്ററുള്ള ഓപ്ഷൻ എടുക്കുക ആൻഡ് ഇതിനെ 0.76 എൻ്ററടിക്കുക. ഓക്കെ അല്ലേ? ഇനിയും ഇതിനെ കോപ്പി ചെയ്യുക ആൻഡ് ഇതിൻ്റെ എടുത്ത് ഇപ്പുറത്ത് വെക്കുക. ഓക്കെ അല്ലേ? ഇനിയും ഇതിനെയും കൂടെ നമുക്ക് ലൈൻ എടുത്തു ആൻഡ് ഇവിടെ ടച്ച് ചെയ്തു ആൻഡ് കമാൻഡ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി സ്പേസ് ബാർ അടിച്ചു ആൻഡ് ലൈൻ എടുത്തു ആൻഡ് ഇതിനെ ടച്ച് ചെയ്ത് കൊടുത്തു. ബാക്കി സാധനങ്ങൾ നമുക്ക് ട്രിം ചെയ്ത് കളയാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പോർഷൻ, ഡ്രോയിങ്ങിൻ്റെ ഫസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി സെക്കൻഡ് പോർഷൻ നമുക്ക് ഈ ഒരു പോർഷൻ വരയ്ക്കാം. കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ വെളിയിലത്തെ 1.50 ഡയമീറ്റർ ആണ്. ഓക്കെ, ഈ ഒരു സർക്കിൾ സെൻറ്റർ ഡയമീറ്റർ എടുത്തു 1.50. ഓക്കെ അല്ലേ? അപ്പം ഇതിൻ്റെ ഇവിടെ നിന്നാണ് പോയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ നിന്ന് ഞാൻ ഡയമീറ്റർ എടുത്തു ആൻഡ് 1.50 എൻ്റർ അടിച്ചു. ഓക്കെ അല്ലേ? ഇനി ഇതിനെ ഞാൻ മൂവ് ചെയ്യുവാണ്. എത്രയാണ് ഡിസ്റ്റൻസ്? 5.50 ആണ് ഡിസ്റ്റൻസ്. അപ്പം 5.50 എൻ്റർ അടിച്ചു. ഓക്കെ അല്ലേ? ഇനിയും സെയിം മൂവ് ചെയ്യാൻ നമുക്ക് മേളിലോട്ട്. ഡിസ്റ്റൻസ് ആണ് 2.75. അപ്പം 2.75. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓർത്തോ മോഡ് എപ്പോഴും ഓൺ ആയിരിക്കണം, അല്ലെങ്കിൽ കറക്റ്റ് പൊസിഷൻ ഇത് വരത്തില്ല. ഇനി നമുക്ക് അകത്തെ സർക്കിൾ വരയ്ക്കുക. അതാണ് 0.75 ഡയമീറ്റർ. ഓക്കെ അല്ലേ? സെൻറ്റർ ഡയമീറ്റർ എടുത്തു ആൻഡ് ഇതിനെ നമ്മൾ 0.75 എൻ്റർ അടിച്ചു. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ സെക്കൻഡ് പോർഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടാൻ റേഡിയസ് എടുക്കാം. ടാൻ റേഡിയസ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പോർഷൻ വരയ്ക്കാൻ വേണ്ടിയാണ്. ഇത് ഇവിടെ ടാൻ ആണ്, ഇവിടെ ടാൻ ആണ്, ആൻഡ് ഇതിൻ്റെ റേഡിയസ് ആണ് 6. ഓക്കെ അല്ലേ? അപ്പം ഞാൻ ഇതിൻ്റെ വെച്ചു ആൻഡ് ഇതിൻ്റെ ടച്ച് ചെയ്തു ആൻഡ് ഇതിൻ്റെ റേഡിയസ് ആയിരുന്നു 6 ആൻഡ് എൻ്റർ അടിച്ചു. സോറി, അഗെയിൻ നമ്മൾ ടാൻ റേഡിയസ് തന്നെ എടുക്കുകയാണ് ആൻഡ് ഇവിടെ ഇവിടെ ഒന്ന് ടച്ച് ചെയ്തു ആൻഡ് ഇവിടെ ഒന്ന് ടച്ച് ചെയ്തു ആൻഡ് റേഡിയസ് 600.
ഇപ്പം ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കി വേണ്ടാത്ത ഭാഗമെല്ലാം നമുക്ക് ട്രിം ചെയ്ത് കളയാം. TR ഡബിൾ എൻ്റർ അടിച്ചു ആൻഡ് ഇതിനെയും കൂടെ ട്രിം ചെയ്ത് കളഞ്ഞു. ഓക്കെ അല്ലേ? ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്തു. ഇനി താഴത്തെ 4.20 റേഡിയസിൻ്റെ ആണ് ഈ ഒരു ലൈൻ. അപ്പോൾ സെയിം നമുക്ക് ടാൻ റേഡിയസ് എടുക്കാം. ഓക്കെ അല്ലേ? ടാൻ റേഡിയസ് എടുത്തു ആൻഡ് ഇതിൻ്റെയും ആൻഡ് ഇതിനെ 4.20 എൻ്റർ അടിച്ചു. ഓക്കെ അല്ലേ? ബാക്കി ഭാഗം നമുക്ക് ട്രിം ചെയ്ത് കളയാം. TR ഡബിൾ എൻ്റർ അടിക്കുക ആൻഡ് ഇതിനെ നമുക്ക് ട്രിം ചെയ്ത് കളയാം. ബാക്കി ഭാഗം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ അല്ലേ? ഇനി ഇപ്പം 2 പോർഷൻ കഴിഞ്ഞിട്ട് 3rd പോർഷനും കഴിഞ്ഞു. അതിൻ്റെ മേളത്തെ ഭാഗം മാത്രമേ ഇനിയുള്ളൂ. ഇനി വെളിയിലത്തെ സർക്കിൾ നമുക്ക് ആദ്യം വരയ്ക്കാം. ഇതാണ് 0.56 റേഡിയസ് സർക്കിൾ. ഓക്കെ അല്ലേ? അതിൻ്റെ ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് തന്നേക്കുന്നത് നമുക്ക്. അപ്പം 0.56 റേഡിയസ് ആണ്. ഓക്കെ അല്ലേ? ഇതിനെ നമുക്കൊന്ന് മൂവ് ചെയ്യാം. മൂവ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3.40 ഡിസ്റ്റൻസ് ആണ് ആൻഡ് മേലോട്ട് 1.25 ഡിസ്റ്റൻസ് ആണ്. അപ്പം ഇവിടുന്ന് 3.40 എൻ്റർ ആൻഡ് മേളിലോട്ട് 1.25 ആണ് എൻ്റർ അടിച്ചു. ഓക്കെ അല്ലേ? ഇനി അകത്തെ 0.50 ഡയമീറ്ററിൻ്റെ സർക്കിളാണ്. സെൻറ്റർ ഡയമീറ്റർ എടുത്തു ആൻഡ് 0.50 എൻ്റർ അടിച്ചു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ടാൻ റേഡിയസ് അഗെയിൻ എടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ 0.38 റേഡിയസിൻ്റെ ആണ് തന്നേക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഞാൻ ഇവിടെ തെലുങ്കൂടാക്കി ആൻഡ് 0.38 എൻ്റർ അടിച്ചു. ഓക്കെ അല്ലേ? സെയിം കമാൻഡ് റിപ്പീറ്റ് ചെയ്യുകയാണ് ഞാൻ. ടാൻ റേഡിയസ് എടുത്തു ആൻഡ് സെയിം ആൻഡ് ഇത്തേലും ടച്ചാക്കി ആൻഡ് 0.38 എൻ്റർ അടിച്ചു. ഓക്കെ അല്ലേ? ബാക്കി ഭാഗം നമുക്ക് ട്രിം ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഈ ഒരു ലൈനും ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പം നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡയമെൻഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ. നേരത്തെ ഡ്രോയിങ്സ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഡയമെൻഷൻസിൽ പോയി കഴിഞ്ഞിട്ട് ഈ ഒരു റേഡിയസ് എങ്കിൽ റേഡിയസ് കമാൻഡ് റിപ്പീറ്റ് ചെയ്യുക. സ്പേസ് ബാർ എടുത്തു. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡ്രോയിങ്സ്. നമ്മൾ ഈ ഇപ്പം തന്നെ കുറേ ഡ്രോയിങ്സ് ഒക്കെ വരച്ച് കഴിഞ്ഞു. അപ്പം എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്നൊരു ഇതുണ്ട്. ബേസിക്സ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഈ ഡ്രോയിങ്സ് ഒക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. തീർച്ചയായും മെക്കാനിക്കൽ പാർട്സ് ഈ 2D സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ 3D സെക്ഷൻ തുടങ്ങുന്നതായിരിക്കും. അപ്പം വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം. Thank you for watching.